ഹലോ, നിങ്ങൾ സീരിയൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? വിവിധ ഭാഷകളിലായി നിലവാരമുള്ളതും ഇല്ലാത്തതുമായ സീരിയലുകൾ ഒരുപാട് ഇറങ്ങുന്നൊരു കാലമാണിത്. നമുക്ക് തൽക്കാലം മലയാളം മാത്രം എടുക്കാം അല്ലേ. സീരിയൽ എന്ന് കേട്ടാൽ തന്നെ സമാധാനം കളയാനായിട്ട് വൈകുന്നേരമായാൽ പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ ദാഹിച്ചൽപ്പം വെള്ളം ചോദിച്ചാൽ പോലും കിട്ടില്ല. ഈ സീരിയൽ വന്നത് പിന്നെ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, നാശം പിടിക്കാൻ. എന്താ അല്ലേ, എന്നും ഒരു അമ്മായിയമ്മ പോര്, മരുമകൾ പ്രശ്നം, ഒരു പഴയ കാമുകൻ, വിവാഹശേഷം ഭർത്താവ്, അതിൻ്റെ കൂടെ പുതിയൊരു ബന്ധവും, എന്നിട്ട് പതിവ്രത എന്ന പേരും. 3 പെൺകുട്ടികളെ ഒരുമിച്ച് പ്രണയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആത്മഹത്യയോട് അടുത്ത് നിൽക്കുന്ന ഒരു നായകൻ്റെ കരളലിയിക്കുന്ന കഥ. മലയാള സീരിയലുകളിൽ ഭൂരിഭാഗത്തിലും സ്വസ്ഥമായൊരു കുടുംബം ഇല്ല എന്ന് തന്നെ പറയാം. വല്ലപ്പോഴും ചാനൽ മാറ്റുന്നതിനിടയിൽ ചില സീനുകൾ കണ്ടതാണ് എന്നല്ലാതെ സീരിയൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. സീരിയലുകൾ ഉണ്ടായ കാലം തൊട്ട് ഇക്കാലം അത്രയും ഉള്ളതിലും നല്ല സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും സത്യമാണ്. സീരിയലുകൾ ഇപ്പോഴും നല്ലത് വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ജനകീയമാവുന്നു എന്നതിലാണ് കാര്യം. ജനകീയമാവുന്നതിൽ പലതിലും ഒരേ ഫോർമാറ്റ് തന്നെയാണ്. അതിൽ തന്നെ ചിലപ്പോൾ 3 വർഷങ്ങളായാലും നായിക ഗർഭിണിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു സുഹൃത്ത് വഴിയാണ് ഇനി പറയാൻ പോകുന്ന സീരിയൽ ഞാൻ കാണുന്നത്. ടി വിയിൽ കൃത്യസമയത്ത് തന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് യൂട്യൂബിലാണ് കണ്ടതും. ചില സീരിയൽ ചേരുവകൾ ഉണ്ട് എങ്കിലും അതിൽ കവിഞ്ഞ് കുറച്ചുകൂടി നല്ലൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചു. ക്ഷണപ്രഭാചഞ്ചലം അമൃത TV ആണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കെ സുരേന്ദ്രൻ്റെ നോവലിൻ്റെ ടെലിവിഷൻ രൂപാന്തരമായിട്ടാണ് ഈ സീരിയൽ വന്നിരിക്കുന്നത്. ഈ സീരിയൽ തുടങ്ങുന്നത് ഒരു മീറ്റിങ്ങിലാണ്. മികച്ച നോവൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അവാർഡ് കമ്മിറ്റിയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ആ പാനലിലെ അവസാനത്തെ ആളെ കൂടെ കാത്തിരിക്കുന്നു. തിരക്കഥാകൃത്തായ ഹരി, അദ്ദേഹം കൂടെ വരുന്നതോടെ ചർച്ച പുരോഗമിക്കുന്നു. ചില വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ നിലവാരമില്ലാത്ത നോവലിന് അവാർഡ് കൊടുക്കാനുള്ള ശ്രമങ്ങളെ ഹരി എതിർക്കുന്നു. അനുരാധയുടെ ക്ഷണപ്രഭാചഞ്ചലം എന്ന നോവലിന് തന്നെ അത് നൽകണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനമാവാതെ ആ ചർച്ച അവസാനിക്കുന്നു. തുടർന്ന് ഹരിയുടെ യാത്രയിൽ വായനയിലൊക്കെ അനുരാധയുടെ ജീവിതം, അവളുടെ നോവൽ കാണിച്ചു തരികയാണ് ഇവിടെ. വളരെ നല്ല അവതരണമാണ്. ബഹളമാവുന്ന പശ്ചാത്തല സംഗീതമില്ല. കഥയോട് ചേർന്ന് നിൽക്കുന്ന ടെക്നിക്കൽ വശങ്ങൾ. അനുരാധയുടെ ജീവിതവും കലുഷിതമാവുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്നേഹനിധിയായ അച്ഛൻ, ഒട്ടും പൊരുത്തമില്ലാതെ പോകുന്ന അച്ഛനും അമ്മയും, അമ്മയുടെ സംശയങ്ങൾ, അമ്മയുടെ വഴിവിട്ട ബന്ധങ്ങൾ, അനുരാധയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മായയുടെ ഭർത്താവ് പ്രകാശൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സീരിയൽ വരുന്നുണ്ട്. അനുരാധ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതിൽ നിന്നുള്ള മുന്നേറ്റങ്ങൾ, ആത്മസംഘർഷങ്ങൾ, പ്രേക്ഷകനെ പിടിച്ചു നിർത്താനുള്ളതൊക്കെയും സീരിയൽ സമ്മാനിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ സ്ഥിരം സീരിയലിൽ വരുന്ന ചില ഘടകങ്ങളെ ആവർത്തിക്കുന്നതുമുണ്ട്. കിഷോർ സത്യ, ദേവി അജിത് തുടങ്ങി നമുക്ക് സുപരിചിതരായ ഏറെ താരങ്ങൾ സീരിയലിലുണ്ട്. ശിവമോഹൻ തമ്പിയാണ് ക്ഷണപ്രഭാചഞ്ചലം സംവിധാനം ചെയ്തിരിക്കുന്നത്. അഭിനേതാക്കളുടെ കൈയടക്കമുള്ള പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. സിനിമ എന്ന നിലയ്ക്ക് സമീപിക്കാതെ സീരിയൽ എന്ന നിലയ്ക്ക് തന്നെ സമീപിച്ചാൽ നിങ്ങളെ ഒട്ടും നിരാശരാക്കാത്ത ഒരു സീരിയൽ കാഴ്ച തന്നെയായിരിക്കും ക്ഷണപ്രഭാചഞ്ചലം സമ്മാനിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളം നീണ്ടു കിടക്കുന്ന ഒന്നായിരിക്കില്ല എന്നുറപ്പുള്ള സീരിയൽ. ഡിസംബറോടുകൂടെ ഇത് അവസാനിക്കുകയും ചെയ്യും. മൊത്തം 75 എപ്പിസോഡുകൾ. വെറുതെ നമ്മുടെ സമയം കളയില്ല എന്നുറപ്പുള്ളത്. ആദ്യത്തെ 4 എപ്പിസോഡുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി ഇവിടെ നിങ്ങൾക്ക് കണ്ട് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ആദ്യം മുതലുള്ള ഇതുവരെ വന്ന എപ്പിസോഡുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായും കാണുക, കണ്ട അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.